തളപതി വിജയ് നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സിനിമ തിയേറ്ററുകളിൽ 4 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തിയ ഗോട്ടിന്റെ റിലീസിന് മുന്നേ വരെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന ഓണ സിനിമകൾക്കെല്ലാം തന്നെ വൻ ഭീഷണി ഉയർത്തിയ സിനിമയായിരുന്നു ഗോട്ട് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അതൊരു വിജയ് ചിത്രമായതുകൊണ്ട് മാത്രമല്ല, ഗോകുല മൂവീസ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്ന സിനിമയായതുകൊണ്ട് കൂടിയാണ്. കാരണം അത്രത്തോളം വലിയൊരു സ്ക്രീൻ കൗണ്ട് ആണ് ഗോകുല മൂവീസ് ചാർട്ട് ചെയ്തത്. ഒപ്പം തന്നെ 2 ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്തത്. ആദ്യ ദിവസം 700 സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമ ഓണനാളുകളിൽ പുതിയ സിനിമകൾ എത്തിയാൽ പോലും 500ഓളം സ്ക്രീനുകളിൽ 2 ആഴ്ച ഓടണം എന്നൊരു ടൈംസിലായിരുന്നു വിജയ് ചിത്രം ഗോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഗോട്ടിന്റെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസത്തെ ബുക്കിംഗ് എല്ലാം തന്നെ കണ്ട് ആ ടൈംസ് ഒന്നും തന്നെ നിലവിൽ നിലനിൽക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിൽ ഈ ആഴ്ചയിലെ 4 സിനിമകൾക്കും മോശമല്ലാത്ത സ്ക്രീൻ കൗണ്ട് തന്നെ ലഭ്യമാകും. മലയാളം സിനിമകളിൽ കൂട്ടത്തിൽ ടൊവിനോ നായകനെത്തിയ ARM എന്ന സിനിമയ്ക്ക് ഗോട്ട് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തിയിരുന്നില്ല. കാരണം അത് ലിസ്റ്റും സ്റ്റീഫൻ തിയേറ്ററുകളിൽ നിർമ്മിച്ചു കൊണ്ടുവരുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ടൊവിനോ നായകനെത്തുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടി എന്ന നിലയിൽ മികച്ച സ്ക്രീൻ കൗണ്ട് സിനിമയ്ക്ക് നേരത്തെ തന്നെ ഉറപ്പായതാണ്. എന്നാൽ മറ്റ് 3 മലയാളം സിനിമകൾക്ക് ഗോട്ട് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരുന്നെങ്കിൽ സ്ക്രീനുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് വലിയ പെടാപ്പാട് പെടേണ്ടിയിരുന്നേനെ എന്നാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ട്. ഇനി ഗോട്ട് എന്ന സിനിമയ്ക്കൊപ്പം ഓണനാളുകളിൽ തിയേറ്ററുകളിലുള്ള മറ്റു സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോയുടെ ARM എന്ന സിനിമ, ആസിഫ് അലിയുടെ കിഷ്കിന്റെ കാണ്ഡം എന്ന മറ്റൊരു മലയാളം സിനിമ, മൂന്നാമതായിട്ട് സോഫിയ പോൾ നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന RDXന് ശേഷമുള്ള ആന്റണി വർഗീസ് നായകനെത്തുന്ന കൊണ്ടൽ എന്ന സിനിമ, ഇതൊന്നും കൂടാതെ ബാഡ് ബോയ്സ് എന്ന റഹ്മാൻ നായകനെത്തുന്ന ഒമർ ലുലു സിനിമ എന്നിങ്ങനെ 4 സിനിമകളാണ് മലയാളത്തിൽ നിന്നും ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് ഈ 4 മലയാളം സിനിമകൾക്കും എത്രത്തോളം മികച്ച സ്ക്രീൻ കൗണ്ട് ലഭ്യമാകും, അതോടൊപ്പം തന്നെ വിജയ് ചിത്രം ഗോട്ടിന് ഓണനാളുകളിൽ തിയേറ്ററുകളിൽ മികച്ച സ്ക്രീൻ കൗണ്ട് ലഭ്യമാകുമോ, ഒപ്പം തന്നെ മികച്ച കളക്ഷൻ ലഭ്യമാകുമോ എന്നൊക്കെ നാം ഉറ്റുനോക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ അടുത്ത ദിവസങ്ങളിലെ ഓണം സിനിമകളുടെ വാർത്തകൾക്ക്.